Hi Johnson, good morning. Good morning, Father. How are you? Fine. How is your leg? Good, Father. Getting better? Yes, Father. Now, which class you study? Going to ninth. Ninth. And how many years you are here in Kolbe home? Now 6th year. 6th year. And how you enjoy the Kolbe life in Kolbe home? Good. Yes, Father. How many children are here? Now 19. 19. And you are happy here? Yes, Father. Your sisters take care of you well? Yes, Father. Say one of your experiences in Kolbe, good experiences. When I came here, I was so sad because I was staying in another hostel, and they also was nice, and they sent me here, and I was so so sad. So lonely. Lonely. Afterwards, going on, I was not knowing English, and the Basil was teaching me how to learn English and to read. That time I started to read English, and I grown up, and now I'm studying in 9th standard. Good. Yes. Thank you. ഈ തടവറ മക്കളുടെ കുഞ്ഞുങ്ങൾക്കുള്ള സ്ഥാപനത്തിന്റെ പേര് കോൾബെ ഹോം എന്നിട്ടത്. അപ്പോൾ കോൾബെ ഹോമില് ജയിലിൽ കഴിയുന്ന അമ്മമാരുടെ കൂട്ടത്തിൽ കഴിയുന്ന കുട്ടികളെ 6 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്നു. മറ്റു കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളെയൊക്കെ നമ്മൾ എടുക്കുന്നു. അതിലൊരു കൊച്ച് ഒരു വേശ്യയുടെ കൊച്ചായിരുന്നു. അവള് കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിനെ ഒരു പ്ലാസ്റ്റിക് കൂടിലിട്ട് അടുത്തുള്ള മദർ തെരേസ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിന്റെ ഗേറ്റുമ്മ കൊണ്ടുപോയി തൂക്കിയിട്ടു. ആ മദർ തെരേസ സിസ്റ്റേഴ്സ് ഇത് കണ്ടപ്പോൾ ആ കുഞ്ഞിനെ ഇത് വളർത്തി ഒരു പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അത് ഒരു 6ാം ക്ലാസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവര് ആ കൊച്ചിനെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം അവന് ഒന്നാമത് ഹാൻഡിക്യാപ്റ്റാണ്. പിന്നീട് അവന് ഇങ്ങനെ ഒരു മോശമായ വളരെ പരുഷമായ ഒരു സാഹചര്യത്തിലൂടെ വളർന്നതുകൊണ്ട് ജനിച്ചതുകൊണ്ട് വളരെ റഫ് ആൻഡ് ടഫ് അരഗൻ്റാണ്. പക്ഷെ അവനെ ഞങ്ങൾ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ അവന് 10ാം ക്ലാസ്സിലേക്ക് എത്തുകയാണ്. അവന് ഇപ്പോൾ ഹാപ്പി ആയിട്ട് നമ്മളോടൊത്ത് കോൾബെ ഹോമിൽ താമസിക്കുന്നു. നമസ്കാരം. ജയിലിലേക്ക് പോകുന്ന കുറ്റവാളികളുടെ കഥകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ ആ കുറ്റവാളികളുടെ പിന്നിൽ തകർന്നു പോകുന്ന മാതാപിതാക്കൾ, കാത്തിരിക്കുന്ന പങ്കാളി, അനിശ്ചിതത്വത്തിൽ വളരുന്ന കുട്ടികൾ, ഇവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുന്ന ഇവർക്ക് ഒരു പുതിയ ജീവിതം സാധ്യമാണോ? അല്ലെങ്കിൽ സമൂഹം വീണ്ടും അവരെ തള്ളിക്കളയുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കിടയിലാണ് പ്രതീക്ഷയുടെ ഒരു പ്രകാശമായി പ്രിസൺ മിനിസ്ട്രി ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ഫ്രാൻസിസ് കൊടിയൻ അച്ഛന്റെ പ്രചോദനത്തിൽ ആരംഭിച്ച ഈ സേവനത്തിന്റെ അവിസ്മരണീയ കഥയിലേക്ക് സ്വാഗതം. യേശു സഹോദര കൂട്ടായ്മ എങ്ങനെ ആരംഭിച്ചു, എങ്ങനെ വളർന്നു, അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കുവാൻ മനസ്സിലാക്കുവാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷം. യേശു സഹോദര കൂട്ടായ്മ ഞാൻ നോവിഷേറ്റിലെ ഫസ്റ്റ് പ്രൊഫഷനൊക്കെ കഴിഞ്ഞ് വടവാതു സെമിനാരിയിൽ തത്വശാസ്ത്രം പഠിക്കാനായിട്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാ മധ്യവേനൽ അവധിക്കാലത്തും ഒരു ധ്യാന കേന്ദ്രത്തിലോ ഒരു ആശ്രമത്തിലോ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ 1983 വയനാടിലുള്ള CMI അച്ഛന്മാരുടെ ഒരു ദീപിക എസ്റ്റേറ്റ് എന്ന് പറയും, അന്നത്തെ കാലത്ത് ഒരു ഏലിയ ആശ്രമം ഉണ്ടായിരുന്നു. അതൊരു 500 ഏക്കറോളം വരുന്ന ഒരു എസ്റ്റേറ്റാണ്. അവിടെ കാപ്പിമല, ഏലമല, തെങ്ങുമല, അങ്ങനെയുള്ള പല മലകളാണ്. അതിൻ്റെ അകത്ത് ഒരു ചെറിയ ആശ്രമം, ഒരു ചെറിയ ചാപ്പലും. അപ്പോൾ ആ ചാപ്പലിൽ പോയിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദിവ്യകാരണത്തിന് മുൻപിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ 1983 മാർച്ച് 11-ാം തീയതി എനിക്ക് ഒരു വലിയ ദൈവിക ആഹ്വാനം ലഭിക്കുകയാണ്. എന്തുകൊണ്ട് നിന്റെ ജീവിതം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിച്ചുകൂടാ? അപ്പം അങ്ങനെ ഞാൻ വടവാതു സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ വ്യാഴാഴ്ചയും പുറത്തു പോകും. ഈ ചേരികൾ, അല്ലെങ്കിൽ യാചക കോളനി, ക്യാൻസർ സെൻറ്റർ, ഓൾഡ് ഏജ് ഹോം, ഓർഫനേജ്, ഇതൊക്കെ കാണാനായിട്ട് എല്ലാ വ്യാഴാഴ്ചയും അവർ സന്ദർശിക്കാനായിട്ട് പോകും. അങ്ങനെ ഒരു വ്യാഴാഴ്ച ഞങ്ങൾ
ഈ മദർ തെരേസ സിസ്റ്റേഴ്സിന്റെ അഭയഭവൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ഈ പ്രായം ചെന്ന വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊരു സ്ഥാപനം കഞ്ഞിക്കുഴിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥാപനമൊക്കെ സന്ദർശിച്ച് അവരെയൊക്കെ കണ്ട് സന്ദർശിച്ച ശേഷം ഞങ്ങൾ കോട്ടയം ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴി ഒരു ബോർഡ് ശ്രദ്ധിച്ചു, കോട്ടയം സബ് ജയിൽ. അത് കണ്ടപ്പോൾ ഉടനെ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇതാണ് എൻ്റെ സ്ഥലം, ഈ പാപികൾ താമസിക്കുന്ന സ്ഥലം ഇവിടെയാണ്, അപ്പോൾ ഇത് നീ സന്ദർശിക്കണമെന്ന് ഒരു പ്രചോദനം ലഭിക്കുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ഈ സന്ദർശനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഗേറ്റിലേക്ക് പോയി. അപ്പോൾ ഗേറ്റിൽ ചെന്നപ്പോൾ അവിടെ ഒരു തോക്ക് പിടിച്ചൊരു കാവൽക്കാരനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് സന്ദർശിക്കണവരെ. അപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, എനിക്ക് അനുവാദങ്ങൾ വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അനുവാദത്തിന് എന്ത് വേണം? അതിനൊരു ആപ്ലിക്കേഷൻ എഴുതണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങളൊരു കടയിൽ നിന്നൊരു പേപ്പറൊക്കെ വാങ്ങിച്ച് ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തു. അങ്ങനെ ആപ്ലിക്കേഷൻ പോയിട്ട് ആ ഗാർഡ് പോയി സൂപ്രണ്ടിനെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, യുവർ ആപ്ലിക്കേഷൻ റിജക്റ്റഡ്, പ്രവേശനമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇത് വലിയ പ്രശ്നമായല്ലോ, അത് എങ്ങനെയായാലും എനിക്ക് കാണണമെന്ന് വലിയ നിർബന്ധമായിരുന്നു. എങ്ങനെയെങ്കിലും ഇവരെ പോയി അകത്ത് പോയി കാണും എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ സെമിനാരിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ സെമിനാരിലേക്ക് തിരിച്ചു പോകുന്ന വഴി ഞാൻ വേറൊരു ബോർഡ് ശ്രദ്ധിക്കുകയാണ്, പ്രിസൺ ഫെലോഷിപ്പ് ഇന്ത്യ, കളത്തിപ്പടിയിൽ. അപ്പോൾ ഞാൻ ഓർത്തു, ഇത് എന്തെങ്കിലും പ്രിസൺ മിനിസ്ട്രിയോടൊക്കെ ബന്ധപ്പെട്ടോ എന്തെങ്കിലും ആയിരിക്കും എന്ന് കരുതി അടുത്ത വ്യാഴാഴ്ച അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴും അതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഇന്ത്യൻ ഓഫീസാണ്. അതായത് പ്രിസൺ ഫെലോഷിപ്പ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് വാഷിങ്ടൺ, അമേരിക്കയിൽ വാഷിങ്ടണിൽ ചാൾസ് കോൾസൺ ഒരു പ്രിസണേഴ്സിന് വേണ്ടിയിട്ട് ഒരു സംഘടന ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഇന്ത്യൻ ഓഫീസാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി, 2 കാത്തലിക് സെമിനാരിയൻസ് ഇവിടെ വന്നല്ലോ എന്നൊക്കെ. അത് പ്രൊട്ടസ്റ്റന്റുകാരുടെ ഒരു ഓഫീസാണ്, പ്രിസൺ മിനിസ്ട്രിയാണ്. അങ്ങനെ ഞങ്ങൾ അവരോട് സംസാരിച്ച് അവരോട് പറഞ്ഞ് ഞങ്ങൾക്ക് ജയിലിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത വ്യാഴാഴ്ച ഞങ്ങൾ അവരുമായിട്ട് ആദ്യമായിട്ട് കോട്ടയം സബ് ജയിലിൽ സന്ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ മനസാന്തരപ്പെട്ട വലിയ വലിയ പിക്ക് പോക്കറ്റുകാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ട്രെയിൻ റോബർ ഉണ്ടായിരുന്നു, ശിവദാസൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ സാക്ഷ്യം പറയുകയാണ്. പിന്നെ സുവിശേഷമൊക്കെ വായിച്ച് പ്രസംഗങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ആളുകൾ പ്രിസണേഴ്സിൻ്റെയൊക്കെ കണ്ണുകളൊക്കെ നിറയുന്നു, അവർ കരയുന്നു, അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ സഹായങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു. അത് ഞങ്ങളെ ഒത്തിരി സ്പർശിച്ചു. അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് റക്ടച്ചനോടൊന്ന് പോയി പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ജയിലിൽ പോയി, നല്ലൊരു മിനിസ്ട്രിയാണ്, പ്രൊട്ടസ്റ്റന്റുകാരാണ് നടത്തുന്നത്, കാത്തലിക്സിന് അങ്ങനെയൊന്നും അവസരങ്ങളില്ലല്ലോ, നമുക്ക് തുടങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ റക്ടച്ചൻ എന്ന് ജോസഫ് കോയിക്കുടിയച്ചനാണ്. അങ്ങനെ ഞങ്ങളൊരു പ്രെയർ ഗ്രൂപ്പ് ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഒരു പ്രെയർ ഗ്രൂപ്പ്. അപ്പോൾ അത് ഒരു മാത്യു എളപ്പാനിക്കലച്ചനാണ് അതിൻ്റെ ഡയറക്ടറായിരുന്നത്. ഞങ്ങൾ 12 പേരെ കൂട്ടി ഒരു പ്രെയർ ഗ്രൂപ്പ് ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും. പിന്നെ വ്യാഴാഴ്ചകളിൽ പുറത്തു പോകും, ഇങ്ങനെയുള്ള പാവപ്പെട്ടവരൊക്കെ സന്ദർശിക്കും. അത് എന്നിട്ട് ഈ പ്രിസൺ ഫെലോഷിപ്പുകാർ വിളിച്ച സെമിനാറിൽ ഒരു ഷെയറിങ് വെച്ചു. ആ ഷെയറിങ് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹം, എല്ലാവർക്കും ജയിൽ മിനിസ്ട്രി ചെയ്യണം. അങ്ങനെ ഞങ്ങളൊരു ഓൾ കേരള പ്രിസൺ പിൽഗ്രിമേജ് പ്ലാൻ ചെയ്തു. മധ്യവേനൽ അവധിക്കാലത്ത് കേരളത്തിലുള്ള എല്ലാ ജയിലുകളും സന്ദർശിക്കുക, ഓർക്കസ്ട്ര, പപ്പറ്റ് ഷോ, റപ്സഡി, ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാമിലൂടെ ജയിലുകളെയൊക്കെ സന്ദർശിച്ച് അവരെയൊക്കെ മാനസാന്തരത്തിലേക്ക് നയിക്കുക. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാ രീതിയിലും ഒരുങ്ങുകയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഒരുങ്ങി പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോസ്റ്റ്മാൻ വന്ന് എന്നെ വിളിക്കും, ഫ്രാൻസിസ് നിനക്കൊരു മണി ഓർഡർ ഉണ്ട്. അതെവിടുന്ന് മണി ഓർഡർ എന്ന് ആലോചിക്കുമ്പോഴാണ് ഫ്രം ഒമാൻ, ഫ്രം കുവൈറ്റ്, ഫ്രം ദുബായ്, ഫ്രം സൗദി അറേബ്യ, മണി ഓർഡർ ഫോർ പ്രിസൺ മിനിസ്ട്രി. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇത് ഞങ്ങളുടെ ഒരു ഹ്യൂമൻ എഫർട്ട് അല്ല, ഒരു ഡിവൈൻ എഫർട്ട് ഉണ്ട്, കർത്താവിൻ്റെ കരം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് ഞങ്ങൾക്ക് വലിയൊരു ബോധ്യം ലഭിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് സെമിനാരിൽ വന്നപ്പോൾ സെമിനാരിൽ അച്ഛന്മാർക്ക് ഒത്തിരി കത്തുകൾ ലഭിച്ചു. അതായത് നിങ്ങളുടെ ബ്രദേഴ്സ് ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്തു, അവരത് നല്ല കഷ്ടപ്പെട്ടാണ് വന്നത്, നന്നായിട്ട് നല്ല പ്രോഗ്രാം ആയിരുന്നു, ഒത്തിരി പേർക്ക് മാനസാന്തരങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് റക്ടച്ചനൊക്കെ കത്തുകൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും വലിയ സന്തോഷം. അവർ ഞങ്ങൾ വീണ്ടും പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ശുശ്രൂഷ ബിഷപ്സൊക്കെ പറഞ്ഞു, ഇത് നല്ല മിനിസ്ട്രിയാണ്, അത് മറ്റ് സെമിനാറുകളിലൊക്കെ തുടങ്ങണം. അങ്ങനെ മംഗലപ്പുഴയൊക്കെ തുടങ്ങുന്നു, അവിടെ ഇതിൻ്റെ ഗ്രൂപ്പൊക്കെ ആരംഭിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഷപ്സ് KCBC തീരുമാനിക്കുകയാണ് 1989, അതായത് ഈ മിനിസ്ട്രി KCBCയുടെ ഒരു മിനിസ്ട്രിയാക്കി മാറ്റാം. അങ്ങനെ POCയിൽ ഒരു ഓഫീസൊക്കെ തന്നപ്പോഴേക്കും ഞാൻ അച്ഛനായി.
അച്ഛനായി കഴിഞ്ഞപ്പോൾ എന്നെ POCയുടെ ഓഫീസിലൊക്കെ അപ്പോയിന്റ് ചെയ്തു, ഫുൾ ടൈമറായിട്ട്. അങ്ങനെ POCയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ആലോചിച്ചു ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പ്രിസണേഴ്സിൻ്റെ കരച്ചിലും അവരുടെ താല്പര്യങ്ങളൊക്കെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. അവരെപ്പോഴും പറയുമായിരുന്നു, ഞങ്ങൾ ശിക്ഷയെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ പോലീസ് വന്ന് വീണ്ടും പിടിക്കും, എന്നിട്ട് വീണ്ടും പിടിച്ച് ഞങ്ങളെ ജയിലിലിടും സംശയത്തിൻ്റെ പേരിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ പോലീസ് പിടിക്കില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു റീഹബിലിറ്റേഷൻ സെൻറ്റർ പോലെ ഒരെണ്ണം സംഘടിപ്പിച്ചാൽ നന്നായിരിക്കുന്നൊക്കെ അവർ പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് ചർച്ചയൊക്കെ ചെയ്ത് തീരുമാനിച്ചു, KCBCയിലൊക്കെ തീരുമാനിച്ച് തൃശ്ശൂർ വെട്ടുകാട് 1991 ഞങ്ങൾ ഇവർക്ക് വേണ്ടി ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വാങ്ങുന്നു, കെട്ടിടങ്ങൾ പണിയുന്നു, അവരുടെ പുനരധിവാസമൊക്കെ ആരംഭിക്കുന്നു. ഈ തൃശ്ശൂർ സ്നേഹാശ്രമത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം അഭിമന്യ കുണ്ടുകുളം പിതാവാണ് നിർവഹിക്കുന്നത്. അതിൻ്റെ ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു തീക്ഷ്ണമായ ആശയം കടന്നു വരികയായിരുന്നു. അതായത് ഈ സ്ത്രീകൾക്ക് വേണ്ടി ഇതുപോലുള്ള ഒരു പുനരധിവാസ കേന്ദ്രം ആരംഭിക്കണം. അത് ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ളൊരു പ്രചോദനമാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് KCBCയൊക്കെ ചർച്ച ചെയ്യുകയും നടത്താൻ തീരുമാനിക്കുകയും സ്ഥലം തിരുവനന്തപുരമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അടുത്ത വർഷം 92 തിരുവനന്തപുരത്ത് മൺവിള എന്ന സ്ഥലത്ത് ഇതിനു വേണ്ടി സ്ഥലം വാങ്ങുകയും ഇതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പുനരധിവാസ കേന്ദ്രം ആരംഭിക്കുകയും ചെയ്തു. അതും ഒട്ടനവധി ദൈവപരിപാലനയുടെ അനുഭവങ്ങളിലൂടെയാണ് അതും നടന്നത്. I am Sister S. Amala DC. I belong to the congregation of the Daughters of Charity of St. Vincent de Paul. I joined prison ministry in India in the year 2020 December, and I mainly work for their release and for the children's education and for their families. And my main work in the office is to keep up all the documents and to keep regular correspondence with the state unit and diocese coordinators of PMI. ഈ തടവറയിൽ ഞങ്ങൾ ജയിലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അവിടെ ചെയ്യുക എന്ന് നമുക്കൊന്ന് കേൾക്കാം. അതായത് ഞങ്ങളൊരു ഒത്തിരി പ്രാർത്ഥിച്ചും ഉപവസിച്ചിട്ടുമാണ് ഈ തടവറ സന്ദർശനത്തിലേക്ക് പോകുന്നത്. ഓടിച്ചെന്ന് തടവറയിലേക്ക് ആരും പോകില്ല, കാരണം അതൊക്കെ ഈ കള്ളന്മാരും കൊള്ളക്കാരും നിരപരാധികളും ഉണ്ട്. എന്നിരുന്നാലും വളരെയധികം ഒരുങ്ങിയിട്ട് അവിടെ പോകാൻ പാടുള്ളൂ. അപ്പം ഞങ്ങൾ ചെയിൻ ഫാസ്റ്റിങ്, ചെയിൻ പ്രെയറൊക്കെ കാണും. ഈ ആദ്യത്തെ ഈ ഓൾ കേരള പ്രസന്റ് പിൽഗ്രിമേജ് 86 ആരംഭിക്കുന്നത്. അപ്പം അതിനൊക്കെ 6 മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് ഒരുക്കത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അതിനൊക്കെ ഫലം ലഭിച്ചത്. അപ്പോൾ ഈ ജയിലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു കൾച്ചറൽ പ്രോഗ്രാം, ഒരു സെക്കുലർ ഇതിലാണ് നമ്മൾ ചെല്ലുന്നത്. എന്നാൽ കൂടുതൽ കത്തോലിക്കരൊക്കെ ഉള്ളിടത്ത് പാലുവ ജയിൽ അല്ലെങ്കിൽ കാക്കനാട് ജയിൽ, അങ്ങനെ കൂടുതൽ ക്രിസ്ത്യൻസ് ഒക്കെ ഉള്ളിടത്ത് കുർബാന ഉണ്ടാകും, കുമ്പസാരം ഉണ്ടാകും, കൗൺസിലിംഗ് ഉണ്ടാകും, അതൊക്കെ ഉണ്ടാകും. അതൊന്നും ഇല്ലാത്തടത്ത് കൾച്ചറൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഡാൻസുകളായിരിക്കാം, സ്കിറ്റുകളായിരിക്കാം, തെരുവ് നാടകമായിരിക്കാം, പപ്പറ്റ് ഷോ ആയിരിക്കാം, അല്ലെങ്കിൽ ഓർക്കസ്ട്ര ആയിരിക്കാം. ഇങ്ങനെ കൾച്ചറൽ പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അങ്ങനെ ഈ കൾച്ചറൽ പ്രോഗ്രാമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവരുടെ പ്രോഗ്രാമൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യും. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക്, ഒരു അറ്റ് ഹോം ഫീലിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ അവരൊക്കെ നമ്മളടുത്ത് സംസാരിക്കാൻ വരും, നമ്മൾ അവരെ കേൾക്കും, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാം. അവർക്കൊക്കെ ഒത്തിരി ആവശ്യങ്ങൾ കാണും. അതായത് അവർക്ക് വീട്ടുമായിട്ട് ബന്ധപ്പെടാൻ സഹായിക്കണം, പിന്നെ എല്ലാ വക്കീലിനെയൊക്കെ കാണാൻ സഹായിക്കണം, പിന്നെ അവർക്ക് ചിലപ്പോൾ സാമ്പത്തിക സഹായം ആവശ്യമുണ്ടാകും, മറ്റ് പല മെറ്റീരിയൽ നീഡ്സും ഒക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ഇവർക്ക് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇവരെ പഠിക്കാനായിട്ടുള്ള, പരീക്ഷ എഴുതിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇപ്പോൾ കോളേജ് പഠിത്തമൊക്കെ ആണെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് പരീക്ഷയൊക്കെ എഴുതാനായിട്ടുള്ള സാഹചര്യങ്ങളും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നീട് അവിടെ ലൈബ്രറി ഒക്കെ കാണും. അപ്പോൾ ആ ലൈബ്രറിയിൽ പുസ്തകങ്ങളൊക്കെ സംഭാവന ചെയ്യും. പിന്നെ ഇവർക്ക് സ്പോർട്സിനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്പോർട്സ് മത്സരങ്ങളൊക്കെ നടത്തും. പിന്നെ കലാ സാഹിത്യ കായിക മത്സരങ്ങളൊക്കെ നടത്തും. ചിലപ്പോൾ വോളിബോൾ കോമ്പറ്റീഷൻ, ചിലപ്പോൾ ബാസ്കറ്റ് ബോൾ ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെയുള്ള സ്പോർട്സ് ഹെൽപ്പുകളൊക്കെ കൊടുക്കും. പിന്നീട് ഇവരുടെ റിലീസിംഗ് എന്ന് പറയും.
അതായത് ഇപ്പം ശിക്ഷ കഴിഞ്ഞാലും അവർ പുറത്ത് പോകണമെന്നില്ല. കാരണം ഓരോ ശിക്ഷയോടനുബന്ധിച്ച് ഒരു ഫൈനുണ്ട്. ചിലപ്പോൾ 50,000 ആയിരിക്കും, ചിലപ്പോൾ 1,00,000 ആയിരിക്കും. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കോമ്പൻസേഷൻ എന്ന് പറയും, വിക്ടിംസിനുള്ള കോമ്പൻസേഷൻ, അതും ചിലപ്പോൾ വലിയ തുകയായിരിക്കും. അപ്പം അതൊക്കെ കൊടുത്ത് വീട്ടിൽ കഴിയുമ്പോഴാണ് ഇവർക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ. അപ്പം ശിക്ഷ കഴിഞ്ഞെങ്കിലും ഈ കാശടയ്ക്കാതെ ഇതിന് പ്രൊസീജിയർ ആരംഭിക്കില്ല. അപ്പം ഞങ്ങൾ അതിനുള്ള ഫൈനൊക്കെ അടയ്ക്കാൻ അവരെ സഹായിക്കും. അപ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. ആ ഫൈനും കോമ്പൻസേഷനും ഒക്കെ അടച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ പേപ്പർ വർക്ക് ആരംഭിക്കണേ. പേപ്പർ വർക്ക് ആരംഭിച്ച് പിന്നെ ഒത്തിരി സമയം എടുക്കും, 5-6 മാസമൊക്കെ എടുത്തെന്ന് വരാം. അപ്പം അങ്ങനെ അവരെ റിലീസ് ചെയ്യാൻ നമ്മൾ സഹായിക്കും. പിന്നെ ഇവർക്ക് ലീഗൽ എയ്ഡൊക്കെ കൊടുക്കും. അങ്ങനെ ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അതിനുള്ള വോളണ്ടിയേഴ്സ് ഓരോ ജയിലിനോടനുബന്ധിച്ച് നമ്മൾ സജ്ജീകരിക്കും. അപ്പം ഓരോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓരോ പ്രയർ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇതൊരു സോഷ്യൽ വർക്കല്ല, ഇതൊരു പ്രയർ ഗ്രൂപ്പാണ് ശരിക്കും. അപ്പോൾ അവർ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒരുങ്ങി സന്ദർശിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അവരെ നന്നായിട്ട് ജോലി കൊടുത്ത് കുടുംബജീവിതത്തിൽ റീസെറ്റിൽ ചെയ്യുന്നു, റീഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പ്രിസൺ മിനിസ്ട്രി ഇന്ത്യയുടെ നാഷണൽ ഓഫീസിനോടനുബന്ധിച്ചുള്ള റിസർച്ച് സെന്ററിലാണ്. ഈ റിസർച്ച് സെന്ററിന്റെ പേര് റിഫോർമേറ്റീവ് റിസർച്ച് ആൻഡ് ഡോക്യുമെന്റേഷൻ സെന്റർ എന്നാണ്, RRDC. അപ്പോൾ ഇത് ആരംഭിക്കാനായിട്ട് ഒരു പ്രചോദനം ലഭിച്ചത് 1995 പോളണ്ടിലെ വാർസോ എന്ന് പറയുന്ന സിറ്റിയിൽ പ്രിസൺ മിനിസ്ട്രിയുടെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഞാനന്ന് എൻ്റെ ചെറുപ്പകാലത്തെ പ്രിസൺ മിനിസ്ട്രിയിലെ ശുശ്രൂഷകളുടെ വീര കഥകൾ, മാനസാന്തര കഥകളൊക്കെ ആ മീറ്റിങ്ങിൽ സംസാരിച്ചു. വലിയ അത്ഭുതങ്ങളാണ്, മാനസാന്തരങ്ങളാണ്, ഒത്തിരി പേര് മാനസാന്തരപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെയുള്ള പ്രിസൺ മിനിസ്ട്രി വോളണ്ടിയേഴ്സ് ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ സാധിക്കാൻ? ഇതൊക്കെ ഉട്ടോപ്യൻ കഥകളല്ലേ, ഞങ്ങൾക്കിതൊന്നും വിശ്വാസം വരുന്നില്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ, ദീസ് ആർ ഇമ്പോസിബിൾ തിങ്സ് യു ആർ ടോക്കിംഗ്. ഡു യു ഹാവ് എനി പ്രൂഫ്? ഡു യു ഹാവ് എനി ഡോക്യുമെന്റേഷൻ? എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കി. അപ്പോൾ എനിക്ക് ഒത്തിരി ഐ വാസ് റിയലി ഹ്യൂമിലിയേറ്റഡ്. അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു, ഇതൊക്കെ പ്രൂവ് ചെയ്യണമെങ്കിൽ ചില ഡോക്യുമെന്റേഷനൊക്കെ വേണമല്ലോ. അങ്ങനെ അന്നെടുത്ത തീരുമാനമാണ് ഈ പ്രിസൺ മിനിസ്ട്രിയുടെ ഈ മാനസാന്തരങ്ങളെ കുറിച്ചുള്ള ഡോക്യുമെന്റേഷൻ വേണം, അതിനെക്കുറിച്ചൊരു റിസർച്ച് സെന്റർ വേണമെന്നൊക്കെ ഒത്തിരി തീരുമാനിച്ചു. അത് പഠിത്തമൊക്കെ കഴിഞ്ഞ് 2003 തിരിച്ചു വന്ന് ഞങ്ങൾ ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു വാടക വീട്ടിൽ, തൃശ്ശൂരാണ് 2003 ആദ്യമായിട്ട് റിസർച്ച് സെന്റർ ആരംഭിക്കുന്നത്. അപ്പം അതിനൊരു റിസർച്ച് മാഗസിനും ആരംഭിച്ചായിരുന്നു. അതിൻ്റെ പേരാണ് റിഫോർമേറ്റീവ് എക്സ്പ്ലോറേഷൻസ്. കഴിഞ്ഞ 46 വർഷത്തെ അനുഭവത്തിൽ നിന്നും അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ മറ്റൊരു തിയറി ഉണ്ടാക്കുകയാണ്, 8-fold പാത്ത് ടു പ്രിസണേഴ്സ് റിഫോർമേഷൻ. ഫാദർ വർഗീസ് കരിപ്പേരി ഇതുപോലെ തന്നെ ഒരു തിയറി രൂപീകരിച്ചു. അതിൻ്റെ പേരാണ് 3R തിയറി, അല്ലെങ്കിൽ പ്രിസണേഴ്സ് റിഫോർമേഷൻ ട്രജക്ടറി. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഈ മഹാരാഷ്ട്രയിലെ ഹോം മിനിസ്ട്രി ഒരു DGP, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ്, പിന്നെ സോഷ്യൽ വർക്കേഴ്സ് ഇൻ അമംഗ് പ്രിസൺസ് ആൻഡ് സൈക്കോളജിസ്റ്റ് അമംഗ് പ്രിസണേഴ്സ്, അവരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു വലിയ സമ്മേളനം നടത്തുകയുണ്ടായി. അപ്പം അതിൽ അവർ പറയുകയാണ്, ഈ പ്രിസണേഴ്സിൻ്റെ റിഫർമേഷന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് അവരോട് നമ്മൾ എങ്ങനെ ഇടപഴകുന്നു, പെരുമാറുന്നു. അവരോട് ഹാർഡായിട്ട് പെരുമാറുമ്പോൾ അവർ ഹാർഡായിട്ട് മാറും. അവരോട് വളരെ എംപതറ്റിക് ആയിട്ടും വളരെ കമ്പാഷനേറ്റ് ആയിട്ടും പെരുമാറുമ്പോൾ അവർ റിഫോർമേഷൻ ആരംഭിക്കും. അതുകൊണ്ട് പ്രിസൺ എന്ന പേര് തന്നെ മാറ്റി കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇപ്പോൾ അവർ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഹാർഷ് ട്രീറ്റ്മെന്റിന് പകരം നല്ല ലവിങ്, ഫോർഗിവിങ്, എംപതറ്റിക് ട്രീറ്റ്മെന്റ് വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഞാനൊരിക്കൽ ഈ ന്യൂയോർക്കിലുള്ള കവനന്റ് ഹൗസ് എന്ന് പറയും, അവിടുത്തെ ഡയറക്ടർ സിസ്റ്റർ മഗ് ഗീഡിയും പറയുന്നത്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് മരുന്നും അല്ലെങ്കിൽ അടിയും പണിഷ്മെന്റും അല്ല, മറിച്ച് ഫോർഗിവിങ് ആൻഡ് അൺകണ്ടീഷണൽ ലവ് ആണ്.
അപ്പൊ അതാണ് ഇതിന്റെ ഈ റിഫർമേഷന്റെ ഒക്കെ സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്കത് അവർക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും, അതനുസരിച്ച് അവരുടെ മനസാന്തരം ത്വരിതഗതിയിലാകും. അപ്പൊ ഈ റിസർച്ച് സെന്റർ തൃശ്ശൂർ ആരംഭിച്ചിട്ട് ഇപ്പോൾ ബാംഗ്ലൂരാണ് നടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിനകം തന്നെ ഞങ്ങൾ 82 ബുക്സ് പബ്ലിഷ് ചെയ്തു. ഇത് പ്രസന്റ് മിനിസ്ട്രിയുടെ ന്യൂസ് മാഗസിനാണ്, പ്രസന്റ് വോയിസ്. ഇപ്പൊ ഇത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 25ഓളം വർഷങ്ങളായി. ഇതിൽ ഇന്ത്യയിലുള്ള എല്ലാ യൂണിറ്റുകളുടെയും ഫോട്ടോസും പിന്നെ സ്റ്റോറീസും ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. പിന്നെ ഇത് സോവനിയേഴ്സ് ഉണ്ട്. ഓരോ ഇതൊരു ഇന്റർനാഷണൽ കഴിഞ്ഞ ഇന്റർനാഷണൽ മീറ്റിംഗിന്റെ സോവനിയറാണ്. അതുപോലെ തന്നെ ഒത്തിരി നാഷണൽ കൺവെൻഷൻസിന്റെ സോവനിയേഴ്സ് വരും. പിന്നെ പ്രിസണേഴ്സിന്റെ മാനസാന്തര കഥകളുടെ പുസ്തകങ്ങൾ, പിന്നെ ഓരോരോ സ്ഥാപനങ്ങൾ, ഇപ്പോൾ വാൻറ്റ്വാനെ കുറിച്ച് അല്ലെങ്കിൽ വാൻറ്റ്വാൻ ഹോം അല്ലെങ്കിൽ കോൾബേ ഹോമിനെ കുറിച്ചൊക്കെ പുസ്തകങ്ങൾ. So I am very much delighted to introduce Dr. Sister Sandan Nago, a former Superior General of the Fatima Sisters coming from Pune. Hi sister, good morning. Good morning, Father. How are you? I am very good, thank you. What are you doing in this PMI center? Yes, since I came about 2 years ago, Father Francis Korean has put me in charge of this Reformative Research and Documentation Center, where we produce every 3 monthly reformative explorations, articles of research of prisons, prisoners, their reformation, and also Prison Voice and a companion magazine monthly that is there. So Father has put me in And that. also publishing books. How many books you published? Father has been encouraging me to write books, and I am very delighted, happy to say that so far 3 books have been released. What are these? First one is the Van Thuong Home, Van Home, about whom? about Cardinal Van Thuong, and it is a place for released men prisoners home whenever for- they come home for them. And second book is named Rehoboth. It is the story of Rennie George. From prison to purpose. He was a prisoner for 14 long years for doing double murder and all kinds of wrong things. Then he spent his years after coming out of the prison. He was a very reformed person. He did very many good works for the people, for the prisoners' families, and for particularly for prisoners' children. Children. Yeah. The third book is named Penuel, the life story of Albin Matthew. Oh, Who's, another- in Malayalam, he is known as Irachi Albin. Because he was a butcher one way, but also hurting and harming and terrorizing killing people because of that. So you went to Albin's ashram Shanti Bhavan at Alape, Punnapra? Yes, I was fortunate that Father allowed me to go and see, because seeing would be convince me more of writing his story. So I met him, I stayed 2 days with him and saw all his works, what he's doing. 170 people he cares for, those who are on the road and dependent on. So it's a great work that this man who was in prison for 12 years is doing for. പ്രസന്റ് മിനിസ്ട്രി ഇന്ത്യയുടെ മറ്റൊരു ശുശ്രൂഷ മേഖലയാണ് തടവറ മക്കളുടെ പുനരധിവാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് ജയിലിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബം ബുദ്ധിമുട്ടിലാകും. അപ്പനോ അമ്മയോ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുട്ടികളുടെ പഠനം, അവരുടെ മറ്റെല്ലാ വളർച്ചയെയും അത് ബാധിക്കുമല്ലോ. ഈ കുട്ടികൾ അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ അപ്പൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ അപ്പൻ ജയിലിലാണെന്നൊക്കെ പറയുമ്പോൾ ഈ സ്കൂൾ ഇവർ എടുക്കാൻ മടിക്കുന്നു. ഒരു ക്രിമിനലിന്റെ കൊച്ചിനെ എടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ മോശമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കുന്നില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ സ്ഥാപനം ആരംഭിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കാഞ്ഞിരപ്പള്ളി പിതാവായ ജോസ് പുളിക്കൽ പിതാവാണ്. ജോസ് പുളിക്കൽ പിതാവ് ഞങ്ങളുടെ ജീസസ് ഫ്രട്ടേണിറ്റിയുടെ ആദ്യത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗമായിരുന്നു. അപ്പോൾ പിതാവിന് ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ആരംഭവും കാര്യങ്ങളൊക്കെ അറിയാം. പിതാവ് കുടുംബത്തിലെ ഏക മകനാണ്.
അപ്പോൾ പിതാവിൻ്റെ സ്വത്ത്, പിതാവിൽ നിന്ന് കിട്ടിയ സ്വത്തും വീടുമെല്ലാം ഈ പ്രിസണേഴ്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അങ്ങനെയാണ് ആദ്യത്തെ ഹോം ഫോർ പ്രിസണേഴ്സ് ചിൽഡ്രൻ ആരംഭിക്കുന്നത്. അത് ഇഞ്ചിയാനി എന്ന സ്ഥലത്ത്, കാഞ്ഞിരപ്പള്ളി. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് പല ഹൗസുകളും ആരംഭിച്ചു, ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും. ഇപ്പോൾ നമുക്കൊരു 10-15 കുട്ടികൾക്കുള്ള സ്ഥാപനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. ഈ അടുത്ത കാലത്ത്, അതായത് 2-3 വർഷം മുമ്പ്, ഒരു ഈ ഒറീസയിൽ നിന്നുള്ള ഒരു മൈഗ്രന്റ് ഫാമിലി മൈസൂർ വരികയാണ്. മൈസൂർ വന്ന് അവർ നല്ല ജോലിയൊക്കെ ചെയ്ത് ജീവിക്കണം. അവർക്കൊരു മകനേ ഉള്ളൂ. അപ്പോൾ അമ്മ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. പിന്നെ അപ്പൻ്റെ നല്ലൊരു ഗവൺമെൻറ് ഉദ്യോഗം. പക്ഷേ അമ്മ വേറൊരു ഹോട്ടൽ ഉടമയുമായിട്ടൊരു ബന്ധത്തിൽ വരുന്നു. അതറിഞ്ഞ് അപ്പൻ അമ്മയെ കൊല്ലുന്നു. അമ്മ മരിക്കുന്നു. അതിൻ്റെ പേരിൽ അപ്പൻ ജയിലിലാകുന്നു. കൊച്ചൻ ഏകനാകുന്നു. അവനെ നോക്കാൻ ആരുമില്ല. അവൻ 9ാം ക്ലാസ്സിൽ. അവൻ്റെ ഭാവി എന്താവും? അതറിഞ്ഞ് ഞങ്ങൾ അവനെ എടുക്കുന്നു. അവനെ എടുത്ത് പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ്സൊക്കെ പഠിപ്പിക്കുന്നു. അവനിപ്പോൾ നന്നായിട്ട് പഠിക്കുന്നൊരു കൊച്ചനാണ്. അവനിപ്പോൾ ഈ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായി നല്ല മാർക്കോടുകൂടിയൊക്കെ പാസ്സാകുന്നു. അവനൊരു എൻജിനീയർ ആവണമെന്നാണ് ആഗ്രഹം. അപ്പം അങ്ങനെയാണ് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ജയിലിൽ അമ്മയോടൊത്ത് കുട്ടികൾക്ക് 6 വയസ്സ് വരെ താമസിക്കാം. അപ്പോൾ 6 വയസ്സ് കഴിയുമ്പോൾ ഈ കുട്ടികളെ ഇങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള NGOസിന് ഗവൺമെൻറ് തരും, CWC വഴി. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് കുട്ടികളെ കിട്ടും. ഞങ്ങൾ റെഗുലറായിട്ട് ജയിലുകളൊക്കെ സന്ദർശിക്കുമ്പോൾ ഈ കുട്ടികളെയൊക്കെ കാണുന്നു, അവരെ മനസ്സിലാക്കുന്നു. അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അമ്മയുടെ അനുവാദത്തോടു കൂടി ഈ കുട്ടികളെ ഈ ഇങ്ങനത്തെ സ്ഥാപനം, ഞങ്ങളുടെ ഇവിടെ ബാംഗ്ലൂരിലുള്ള സ്ഥാപനത്തിൻ്റെ പേരാണ് കോൾബേ ഹോം. അങ്ങനെയുള്ള കോൾബേ ഹോമിലേക്ക് തരുന്നു. ഇവിടെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്. പിന്നീട് പെൺകുട്ടികൾക്ക് ബാംഗ്ലൂരിൽ തന്നെ പ്രേമോദയ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ അവിടേക്ക് പോകുന്നു. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല ശുശ്രൂഷ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. അവർക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ താമസിക്കാം, പഠിക്കാം. ഞാൻ സിസ്റ്റർ ലെറ്റീഷ്യ, സത്യസേവ സഭാംഗമാണ്. സത്യസേവ കാറ്റഗിസ്റ്റ് സിസ്റ്റേഴ്സ് ഓഫ് ദ ഫാമിലീസ് എന്ന സഭയുടെ സഭാംഗമാണ്. ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ മാസം 17-ാം തീയതി തൊട്ട് കോൾബേ ഹോം വർക്കിംഗ് അണ്ടർ PMI ഇവിടെ ജോലി ചെയ്യുന്നു. പിള്ളേരുടെ ഓരോ കാര്യങ്ങളും നോക്കി നടത്തുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വന്നപ്പം പിള്ളേരെല്ലാവരും നല്ലൊരു രീതിയിൽ എന്നെ സ്വാഗതം ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. അവരുടെ ആധ്യാത്മികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നു. യേശു സഹോദര്യ കൂട്ടായ്മയുടെ ആരംഭവും വളർച്ചയും അതിൻ്റെ ഫലദായകത്വവുമെല്ലാം വിശുദ്ധ കുർബാനയിൽ നിന്നുമാണ്. ഇപ്പോൾ നമ്മളായിരിക്കുന്നത് ബാംഗ്ലൂരിലുള്ള കോൾബേ ഹോമിലെ ചാപ്പലിലാണ്. ഇതറിയപ്പെടുന്നത് പ്രിസൺ മിനിസ്ട്രി ഇന്ത്യയുടെ പ്രയർ ടവർ എന്നാണ്. ഈ പ്രയർ ടവർ എന്ന് പറയുന്നത് 24 hours 7 days a week ആൻഡ് 12 months a year, 365 ദിവസവും ഇവിടെ ഇടതടവില്ലാതെ ലോകം മുഴുവനുള്ള തടവറ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടുള്ള ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ഒരു ഓൺലൈൻ പ്രയറാണ്. പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമാണ് കാരാഗ്രഹ മക്കളെ, പ്രത്യേകിച്ച് വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിമിനൽസിനെയൊക്കെ മാനസാന്തരപ്പെടുത്താൻ പറ്റുക. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്: സീക്ക്, സെർവ് ആൻഡ് സേവ് ദ ലോസ്റ്റ്. നഷ്ടപ്പെട്ടു പോയ മക്കളെ ദിവ്യകാരുണ്യ സന്നിധാനത്തിലേക്ക് ആനയിക്കുക. അതാണ് വത്തിക്കാൻ കൗൺസിൽ സാക്രോസാങ്ക്തും കോൺസ്യൂലിയത്തിലൂടെയൊക്കെ പറയുന്നത്. അപ്പോൾ MCBSന്റെ ഒരു മഹത്തായ ദൗത്യമാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് നഷ്ടപ്പെട്ടു പോയ മക്കളെ തിരിച്ച് യേശുവിൻ്റെ ദിവ്യകാരുണ്യ സന്നിധാനത്തിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവന്ന് അവരെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുക.